ദിവ്യരക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ക്രൈസ്തവ ജീവിതം നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നു. ഈ സാഹചര്യത്തിൽ തികച്ചും പ്രസക്തമാണ് ഇന്നത്തെ തിരുവചന ഭാഗം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഈശോ 72 പേരെ അയക്കുന്ന ഭാഗമാണ് ഇത്. ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഇത് വിവരിക്കുന്നത്. ഈ തിരുവചന ഭാഗങ്ങളിലെ ചില സവിശേഷതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, സഹകരണവും സാക്ഷ്യവും. ഈശോ താൻ പോകാനിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത് 2 പേരെ വീതമാണ്. ഇത് സൂചിപ്പിക്കുന്നത് അവർ തമ്മിലുള്ള സഹകരണവും ഒപ്പം തന്നെ അവർ നൽകുന്ന സന്ദേശത്തിനുള്ള ഒരു സാക്ഷ്യവുമാണ്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രാരംഭം പ്രാർത്ഥനയോടെ, അതാണ് നമ്മൾ രണ്ടാമതായി കാണുന്നത്. വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനെന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ് തിരുവചന ഭാഗം ആരംഭിക്കുന്നത്. പോകുവിൻ, പ്രഘോഷിക്കുവിൻ എന്നുള്ളതാണ് മൂന്നാമതായി നാം കാണുന്നത്. 10-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? പോകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ തൻ്റെ ശിഷ്യരെ അയക്കുന്നു. അയക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. ഒപ്പം തന്നെ പോകുന്നത് പ്രഘോഷിക്കുവാനാണ്. ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ. 4-മതായി കാണുന്നത് പ്രേക്ഷിത വേലയിലെ പ്രതികൂല സാഹചര്യങ്ങളാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ അയക്കുന്നു എന്ന പദം സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെ ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ദേശത്തിൻ്റെ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന മതമർദ്ദനവും അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അതിൻ്റെ പേരിൽ മാത്രം നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങളും ജീവൻ്റെ ഭീഷണിയും ഒരുപക്ഷെ പലായനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ ഈ വചന വെളിച്ചത്തിൽ പ്രസക്തമാണ്. അവയെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അയക്കപ്പെടുന്നവരുടെ സൗകര്യങ്ങളെക്കാൾ അയച്ചവൻ്റെ സന്ദേശത്തിനാണ് പ്രാധാന്യം. അയക്കപ്പെടുമ്പോൾ മടിശീലയോ വടിയോ സഞ്ചിയോ ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ അഭിവാദനം ചെയ്യപ്പെടാതെ അയക്കപ്പെടുന്നവരുടെ സൗകര്യത്തിനല്ല, മറിച്ച് അയക്കുന്നവൻ്റെ സന്ദേശത്തിനാണ്, ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തിനാണ് പ്രാധാന്യമെന്ന് വളരെ ശക്തമായി ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 6-മതായി നമ്മൾ ചിന്തിക്കുന്നത് സമാധാനാശംസയും സഹഭോജനവും സഹവാസവുമാണ്. ക്രിസ്തു ശിഷ്യൻ ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിച്ച് തുടങ്ങുക, ഒപ്പം തന്നെ സഹഭോജനം, അവിടെ ആ വീട്ടിൽ വിളമ്പുന്നത് ഭക്ഷിക്കാനും ആ വീട്ടിൽ തന്നെ താമസിക്കുവാനുമുള്ള ഈശോയുടെ കൽപ്പനയാണ്. മറ്റ് സ്ഥലങ്ങളിലേക്കോ സുഖസൗകര്യങ്ങളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ മറ്റു വ്യത്യസ്ത തലങ്ങളിലേക്കോ ഒരു ക്രിസ്തു ശിഷ്യൻ കടന്നു പോകരുത് എന്ന് കർശനമായി വിലക്ക് നൽകുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിലും നമ്മൾ ഈ ഒരു കാര്യവും വളരെ ശക്തമായി ആത്മശോധന ചെയ്യേണ്ടതായി ഇരിക്കുന്നു. പ്രഘോഷണവും പ്രവർത്തനവും എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ കാണുന്നത്. 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വ്യക്തമായി കാണുന്നു. പ്രഘോഷണം എന്ന് പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ സമീപസ്ഥമായിരിക്കുന്നു എന്നുള്ള ശക്തമായ പ്രഘോഷണമാണ്. ഇതിൻ്റെ പ്രവർത്തനമാവട്ടെ രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ ദൈവരാജ്യം അത് പ്രവൃത്തികളിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നും പ്രവർത്തന നിരതമാണ് എന്നുള്ള സത്യമാണ് സുവിശേഷകൻ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ കാണുന്നത് സോദോമിൻ്റെ സ്ഥിതി സഹനീയമാണെങ്കിൽ
സ്വീകരിക്കാത്തവരുടെ സ്ഥിതി ദയനീയമാണ് എന്നുള്ളതാണ്. അതെ, സുവിശേഷം സ്വീകരിക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് തെരുവിൽ പോലും ഇറങ്ങി നിന്നുകൊണ്ട് കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്നുള്ളതാണ് ഈശോ പറയുന്ന കൽപ്പന. സ്വീകരിക്കാത്തവരുടെ സ്ഥിതി ദയനീയമാണ്, അത് സോദോമിനേക്കാളും ദയനീയമായിരിക്കുമെന്നുള്ള ആ ഒരു സത്യം ഈശോ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളിലൂടെ അർത്ഥവത്തായി ജീവിക്കണം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോയെ കൊടുക്കുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങളിലും വേദന നിറഞ്ഞ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുവാനും ഒന്നായി നിൽക്കുവാനും, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളോട് നമുക്ക് മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒന്നായി നിൽക്കുവാനുമുള്ള ആഹ്വാനം ശക്തമായ രീതിയിൽ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും അനുഗമിക്കുന്നവരും ആകുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോയെ പ്രഘോഷിക്കുവാൻ നീ തയ്യാറാണോ? ആമേൻ.